WCC അംഗങ്ങൾക്കെതിരെ പുതിയ ആരോപണങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴിതാ റീമ കല്ലിങ്കലിനെതിരെ ഗായിക സുചിത്ര SS മ്യൂസിക് ചാനൽ നടത്തിയ ഒരു പരിപാടിയിലാണ് സുചിത്ര പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നത്. സുചിത്രയുടെ ഇതിനു മുമ്പുള്ള പല വെളിപ്പെടുത്തലുകളും തമിഴ് സിനിമാ ലോകത്തെ ഞെട്ടിച്ചിട്ടുണ്ട്. ഇപ്പോഴിതാ WCC അംഗമായ റീമ കല്ലിങ്കലിനെതിരെ സുചിത്ര പുതിയ ആരോപണമായി രംഗത്ത്. റീമ കല്ലിങ്കലിന്റെ വീട്ടിൽ വെച്ച് പലപ്പോഴും ലഹരി പാർട്ടികൾ നടത്താറുണ്ട് എന്നും ലഹരിയുടെ അമിത ഉപയോഗമാണ് റീമയുടെ കരിയർ തുലച്ചതെന്നും അതുമാത്രമല്ല പല പെൺകുട്ടികളാണ് റീമ കല്ലിങ്കൽ ആതിഥേയത്വം നടത്തുന്ന പാർട്ടികളിൽ ലഹരി ഉപയോഗിക്കുന്നതെന്ന ഗുരുതര ആരോപണം സുചിത്ര ഉന്നയിച്ചു. തന്റെ കൂടെ പ്രവർത്തിക്കുന്ന പല മലയാളി ഗായികമാരും റീമ കല്ലിങ്കലിന്റെ പാർട്ടിയെക്കുറിച്ച് ആശങ്കാവഹമായി തന്നോട് പറയാറുണ്ടെന്നും അവർ പറഞ്ഞു. നിരന്തരം അവർ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. മറ്റുള്ള പെൺകുട്ടികളെ ലഹരി ഉപയോഗിക്കാൻ അവർ നിരന്തരം പ്രേരിപ്പിക്കുന്നുവെന്നും സുചിത്ര പറഞ്ഞു. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി ഇങ്ങനെ സംസാരിക്കുന്ന റിമയോട് ഇതിനെക്കുറിച്ച് ആരും ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളത് ആശങ്കാവഹമാണ്. ഇതിനെതിരെ കേസെടുക്കണമെന്നും ഇതിനെക്കുറിച്ച് വ്യാപകമായി അന്വേഷിക്കണമെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പലരും അഭിപ്രായപ്പെടുന്നത്. മോഹൻലാലിനെതിരെയും സുരേഷ് ഗോപിക്കെതിരെയും നിരന്തരം വാദോരാതെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങൾ ഇതൊന്നും കാണാറില്ല എന്നും ഇതിനെക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ചർച്ചകളും നടത്താറില്ല എന്നും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളും പൊങ്ങി വരുന്നുണ്ട്. ഫെഫ്റ്റ് എന്നുള്ള ആഷിക് കപൂറിന്റെ രാജിയും മലയാള സിനിമയിലെ മട്ടാഞ്ചേരി മാഫിയ വിവാദവും അതോടൊപ്പം സിനിമാ സെറ്റുകളിലെ വൻ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട പരാതികളും സോഷ്യൽ മീഡിയ വാർത്തകളിൽ ആഷിക് കപൂറിന് നേരെ വിരൽ ചൂണ്ടുമ്പോഴാണ് ഇപ്പോൾ സുചിത്രയുടെ ഈ പുതിയ വെളിപ്പെടുത്തലുകൾ.